2024 ആദ്യ മാസം ഓരോ രാശിക്കും എങ്ങനെയായിരിക്കും? പല കൂറുകാർക്കും മിശ്രിത ഫലങ്ങളാണ്. എന്നിരുന്നാലും കന്നിക്കൂറുകാർക്ക് ഈ മാസം നേട്ടങ്ങളുടേതാണ്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിച്ചേക്കും. എന്നാൽ ജോലി സമ്മർദ്ദം, അനാരോഗ്യം തുടങ്ങിയവയൊക്കെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന രാശികളുമുണ്ട്. ഓരോ കൂറുകാർക്കും 2024 ജനുവരി മാസഫലം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. മേടം രാശി. മേടക്കൂറുകാർക്ക് പുതുവർഷത്തിന്റെ ആദ്യ മാസം തന്നെ തിരക്കേറിയതായിരിക്കും. എന്നിരുന്നാലും സമയം കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ വിജയിച്ചാൽ എല്ലാ കാര്യങ്ങളും എളുപ്പമാകും. ചില സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ടതുണ്ട്. അഹംഭാവം ഉപേക്ഷിക്കുക. ബിസിനസ്സിലോ തൊഴിൽ മേഖലയിലോ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് കുറച്ചധികം കാത്തിരിക്കേണ്ടി വരും. സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കും. പ്രണയബന്ധത്തിലെ തെറ്റിദ്ധാരണകൾ പരിഹരിക്കും. ഈ മാസം നിങ്ങളുടെയും പിതാവിൻ്റെയും ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അലസത ഒഴിവാക്കുക. ഇടവം രാശി. ഇക്കൂട്ടർക്ക് മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനനേട്ടം ഉണ്ടാകും. എന്നാൽ വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവും ഉണ്ടാകുന്ന കാലമാണ്. ആഡംബര കാര്യങ്ങൾക്കായി അധികമായി പണം ചെലവഴിച്ചേക്കാം. വസ്തു ഇടപാടുകളിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരിൽ നിന്ന് പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കാതെ വരുന്നത് നിങ്ങളെ നിരാശപ്പെടുത്തും. ബിസിനസ്സിൽ ഉയർച്ച താഴ്ചകൾ പ്രതീക്ഷിക്കാം. പൂർവിക സ്വത്ത് സംബന്ധിച്ച് കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പ്രണയ പങ്കാളിയുടെ ജീവിതത്തിൽ അമിതമായി ഇടപെടുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. കുടുംബത്തിലെ പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിലും പ്രതിഫലിക്കും. എന്നിരുന്നാലും എല്ലാ പ്രയാസകരമായ സാഹചര്യങ്ങളിലും നിങ്ങളുടെ പങ്കാളി ഒരു നിഴൽ പോലെ നിങ്ങളോടൊപ്പം നിൽക്കും. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പഴയ ചില രോഗങ്ങൾ വീണ്ടും തലപൊക്കിയേക്കാം. മിഥുനം രാശി. വർഷത്തിലെ ആദ്യ മാസം തന്നെ പല മികച്ച അവസരങ്ങളും ലഭിക്കാനിടയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കും. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ആശങ്കയ്ക്ക് വക നൽകുന്നതാണ്. ഭക്ഷണശീലങ്ങളിൽ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുടെ പിന്തുണ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കും. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുന്നത് ആശ്വാസകരമാകും. ബിസിനസ്സിൽ നിന്ന് നേട്ടമുണ്ടാകും. ബിസിനസ് വിപുലീകരിക്കാനും സാധിച്ചേക്കും. ജനുവരി മാസത്തിൽ വിവിധ കാര്യങ്ങൾക്ക് അധിക ചിലവുകൾ ഉണ്ടാകും. പ്രണയബന്ധം തീവ്രമാകും. ദാമ്പത്യം സന്തോഷകരമായിരിക്കും. കർക്കടകം രാശി. ചെലവുകൾ വർദ്ധിക്കും. ബിസിനസ്സിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. പങ്കാളിത്തത്തോടെ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നത് നന്നായിരിക്കും. ചില പദ്ധതികളിൽ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക. അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടായേക്കാം. ഏതുവിധേനയും നിലവിലുള്ള ജോലി നിലനിർത്താൻ പരിശ്രമിക്കുക. ജോലി സ്ഥലത്ത് എല്ലാവരോടും നല്ല ബന്ധം സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രണയ പങ്കാളിയുടെ സ്വകാര്യത മാനിക്കുന്നത് നന്നായിരിക്കും. ചിങ്ങം രാശി. നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളോ വ്യക്തിപരമായ ജീവിത പ്രശ്നങ്ങളോ ആകട്ടെ, ക്ഷമയോടെയും വിവേകത്തോടെയും അവയെ തരണം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിജയിക്കാനാകും. അതുപോലെ ബിസിനസ്സിലും മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിൽ സ്വാധീനമുള്ള വ്യക്തിയുടെ സഹായത്തോടെ പുതിയ വരുമാന മാർഗങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഈ സമയത്ത് നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് ചില നല്ല വാർത്തകളും കേൾക്കാം. കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ എതിർപാർട്ടി വിട്ടുവീഴ്ച ചെയ്യാൻ മുന്നോട്ട് വന്നേക്കാം. പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്നവരോ ജോലി അന്വേഷിക്കുന്നവരോ ആയ ആളുകൾക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയോടെ നല്ല വാർത്തകൾ ലഭിച്ചേക്കാം. പ്രണയ ജീവിതത്തിലെ തെറ്റിദ്ധാരണകൾ മാറ്റി മുന്നോട്ടു പോകും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിർത്താൻ നിങ്ങളുടെ ഇണയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുക. കന്നി രാശി. ഐശ്വര്യവും ഭാഗ്യവും ഉണ്ടാകും. സമ്പത്തും സ്ഥാനമാനങ്ങളും വന്നുചേരും. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. കുടുംബത്തിൽ വളരെക്കാലമായുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും. പൂർവിക സ്വത്ത് അനുഭവ യോഗത്തിൽ വന്നുചേരും. പുതിയ വരുമാന സ്രോതസ്സുകളിലൂടെ നേട്ടമുണ്ടാകും.
ജോലിയിലും വ്യക്തിജീവിതത്തിലും അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും. ബിസിനസ്സിൽ ലാഭത്തിന് ധാരാളം അവസരങ്ങൾ ലഭിക്കും. മാസത്തിന്റെ അവസാന പകുതിയിൽ കുട്ടികളിൽ നിന്ന് ചില നല്ല വാർത്തകൾ കേൾക്കാം. കുടുംബത്തോടൊപ്പം ദീർഘദൂര യാത്രകൾ ആസൂത്രണം ചെയ്തേക്കാം. എന്നിരുന്നാലും ഈ കാലയളവിൽ നിങ്ങൾക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. പ്രണയ ജീവിതത്തിൽ തീവ്രത ഉണ്ടാകും. നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായി നിങ്ങൾ നല്ല സമയം ചെലവഴിക്കും. ദാമ്പത്യവും സന്തോഷകരമായിരിക്കും. ആരോഗ്യം ശ്രദ്ധിക്കുക. ചില പഴയ രോഗങ്ങൾ വീണ്ടും ഉയർന്നുവരാനുള്ള സാധ്യതയുണ്ട്. തുലാം രാശി. നേട്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. ഏതെങ്കിലും പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കണം. മറ്റുള്ളവരെ ആശ്രയിച്ചാൽ ജോലിയിൽ വിജയം നേടാൻ കഴിഞ്ഞെന്ന് വരില്ല. സ്വയം പരിശ്രമിക്കുക. തൊഴിലിൽ ശ്രദ്ധ നൽകുന്നതിനൊപ്പം നിങ്ങളുടെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കണം. അപകട സാധ്യതയുള്ള പദ്ധതികളിൽ പണം നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക. പുതിയ ജോലി തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കാൻ അല്പം കൂടെ കാത്തിരിക്കേണ്ടി വരും. പ്രണയ പങ്കാളിയെ അവഗണിക്കുന്നത് പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. മാതാവിന്റെ ആർജിയ കാര്യത്തിലും കരുതൽ വേണം. വൃശ്ചികം രാശി. ഗുണദോഷ സമ്മിശ്രമായ കാലയളവാണ് മാസത്തിന്റെ ആദ്യ മാസം. മാസത്തിന്റെ തുടക്കം മുതൽ അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകും. ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ ജോലിസ്ഥലത്ത് വിജയം നേടാം. പങ്കാളിത്ത ബിസിനസ്സിൽ പണമിടപാടുകൾക്ക് വ്യക്തത വരുത്തുക. വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ എല്ലാവരുടെ ഭാഗവും ശ്രദ്ധയോടെ കേൾക്കുക. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കണം. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. മാസത്തിന്റെ അവസാന പകുതിയിൽ ചില വിഷയങ്ങളിൽ നിങ്ങളുടെ പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. കാര്യം വഷളാകുന്നത് തടയാൻ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നിയന്ത്രണം നിലനിർത്തുക. ധനുരാശി. സമയവും ധനവും വിദഗ്ധമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ജോലി കൂടുതലും സമയം കുറവുമായിരിക്കും. അധിക ചെലവുകളും ഉണ്ടാകാനിടയുള്ള സമയമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ച് ഫലം ലഭിക്കാത്തത് നിങ്ങളെ നിരാശപ്പെടുത്തും. ബിസിനസ് സംബന്ധമായ തീരുമാനങ്ങൾ ആലോചിച്ച് എടുക്കുക. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ യാത്ര ചെയ്യേണ്ടി വരും. കുടുംബത്തിലെ ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കുമേൽ വരും. പ്രണയ ദാമ്പത്യ ബന്ധങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. മകരം രാശി. പലതരം വെല്ലുവിളികളിലൂടെ കടന്നുപോകുന്ന സമയമാണ്. ജോലി ഭാരം വർദ്ധിക്കും. ജോലിസ്ഥലത്ത് കഠിനാധ്വാനം കൂടുതൽ വേണ്ടിവരും. സഹപ്രവർത്തകരുടെ പിന്തുണ ഉണ്ടാകും. മാസത്തിന്റെ പകുതിയോടെ തൊഴിൽ രംഗത്തെ സാഹചര്യങ്ങൾ അനുകൂലമാകും. ഈ കാലയളവിൽ ബിസിനസ്സിൽ യാതൊരു തരത്തിലുമുള്ള റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കുക. കടം വാങ്ങുന്നതും ലോൺ എടുക്കുന്നതും വലിയ ബാധ്യതകൾ വരുത്തും. പണമിടപാടുകളിൽ പ്രത്യേക ശ്രദ്ധ വേണം. പ്രിയപ്പെട്ടവരോട് ആലോചിച്ച ശേഷം മാത്രം പ്രധാന തീരുമാനങ്ങൾ എടുക്കുക. ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങളുടെ പങ്കാളി നിഴൽ പോലെ നിങ്ങളോടൊപ്പം നിൽക്കും. പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. പ്രണയ ജീവിതം സന്തോഷകരമായിരിക്കും. കുംഭം രാശി. ജോലി അന്വേഷിക്കുന്നവർക്ക് ചില നല്ല അവസരങ്ങൾ വന്നേക്കാം. എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. ജോലികളിലും പഠനകാര്യത്തിലും അശ്രദ്ധ കാണിക്കരുത്. ഓരോ ചുവടും ആസൂത്രിതമായി മുമ്പോട്ട് വെക്കുക. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ നൽകുക. പൂർവിക സ്വത്ത്, കെട്ടിട നിർമ്മാണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. പ്രണയകാര്യങ്ങളിൽ ജാഗ്രതയോടെ മുമ്പോട്ട് പോകുക. അഹംഭാവം ഉപേക്ഷിക്കുക. ദാമ്പത്യത്തിൽ ചെറിയ പരാതികളും പരിഭവങ്ങളും ഉണ്ടായേക്കാം. ജോലിസ്ഥലത്തെ സമ്മർദ്ദം വീട്ടിൽ പ്രകടിപ്പിക്കാതിരിക്കുക. മീനം രാശി. പല വെല്ലുവിളികളെയും മാസത്തിന്റെ ആദ്യം തന്നെ തരണം ചെയ്യേണ്ടതായി വരും. എന്നിരുന്നാലും ക്ഷമയോടും വിവേകത്തോടും കൂടി ഇതിനെയെല്ലാം മറികടക്കും. തൊഴിൽ രംഗത്തെ ജോലിഭാരം നിങ്ങളെ സമ്മർദ്ദത്തിലാക്കിയേക്കാം. പ്രിയപ്പെട്ടവരുടെ പിന്തുണ ലഭിക്കാതെ വരുന്നത് നിങ്ങളെ നിരാശരാക്കും. അവിചാരിത സ്ഥലമാറ്റമോ
പുതിയ ഉത്തരവാദിത്തങ്ങളോ മൂലം ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും. സ്വാധീനമുള്ള ചില വ്യക്തികളുടെ സഹായത്തോടെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കും. പുതിയ വരുമാന സ്രോതസ്സുകളിലൂടെ നിങ്ങളുടെ സാമ്പത്തിക നില ഭദ്രമാക്കാൻ കഴിയും. ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ കടന്നെത്തും. പ്രണയ ജീവിതം നയിക്കുന്നവർക്ക് അനുകൂല സമയമാണ്.